നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ചൊറിഞ്ഞു വാങ്ങിക്കൂട്ടുകയാണ്. ഏറ്റവും ഒടുവിലിത പാക് പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രസ്താവന. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് സിന്ധു നദി ജലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തിയാൽ ആ ഘടനയെ തങ്ങൾ ആക്രമിക്കുമെന്നാണ്. സിന്ധു നദിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഏത് ഘടനയെയും തങ്ങൾ ആക്രമിക്കും. സിന്ധു നദിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും പാകിസ്ഥാനെതിരായ ആക്രമണമായി ഞങ്ങൾ കാണൂ. പീരങ്കികളോ വെടിയുണ്ടകളോ മാത്രമല്ല ആക്രമണം, അതിന് നിരവധി മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളിലൊന്ന് വെള്ളം വഴിതിരിച്ചു വിടുകയോ വെള്ളം തടയുകയോ ചെയ്യുകയാണ്. ഇതുമൂലം വിശപ്പും ദാഹവും മറ്റു മരണങ്ങൾക്കും കാരണമാകും. നദിയിൽ ഏതെങ്കിലും വാസ്തുവിദ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ തുനിഞ്ഞാൽ ഞങ്ങൾ അവ ആക്രമിച്ച് തകർക്കും. ഇന്ത്യക്കെതിരായി ആണവായുധം ഉപയോഗിക്കാൻ മടിയില്ല എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയതിന് തൊട്ടുപിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ ഭീഷണികൾ. എന്നാൽ ഇതിന് കട്ടക്ക് ഇന്ത്യ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നു. പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ ഇന്ത്യ അതേ നാണയത്തിൽ ഇപ്പോൾ തിരിച്ചടിച്ചു. പാകിസ്ഥാനെതിരായ കൂടുതൽ നടപടികളുമായി ഇന്ത്യ ഇനിയും മുന്നോട്ടു പോകും എന്നതിന്റെ വ്യക്തമായ സൂചന. ചെനാബ് നദിയിലെ ബഹ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ത്യ താഴ്ത്തി. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിന്റെ തോത് കുറയ്ക്കുന്നതിനാണ് ഈ നടപടി. പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചതിന് തുടർച്ചയായി ഹ്രസ്വ മധ്യ ദീർഘകാല നടപടികൾ ഇന്ത്യ കൈക്കൊള്ളാൻ ഒരുങ്ങുന്നു. ഹ്രസ്വകാല നടപടികളുടെ ഭാഗമാണ് ബഹ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഷട്ടർ താത്തിയത്. ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ നേരിട്ട് ബാധിക്കും. അവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന ജലമാണ് ഇപ്പോൾ ഇന്ത്യ തടഞ്ഞിരിക്കുന്നത്. ജലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ വരും മണിക്കൂറുകളിൽ താഴ്ത്തും എന്ന സൂചന പുറത്തുവരുന്നു. സമ്മർദ്ദങ്ങൾ കടുപ്പിക്കുമ്പോൾ അതിർത്തിയിൽ പാക് സൈനികർ പ്രകോപനപരമായ വെടിവെപ്പ് നടത്തുന്നത് പതിവാണ്. അതിപ്പോഴും തുടരുന്നു. ശനിയാഴ്ച രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നൊരു പാകിസ്ഥാൻ റേഞ്ചറെ BSF കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടില്ല. റേഞ്ചർ ഇന്ത്യയുടെ പിടിയിലായി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ശനിയാഴ്ച രാത്രിയിലെ പാക് പ്രകോപനം. അബദ്ധത്തിൽ നിയന്ത്രണരേഖ മറികടന്ന ഇന്ത്യയുടെ BSF കോൺസ്റ്റബിൾ പൂർണ്ണകുമാർ സാഹു നിലവിൽ പാകിസ്ഥാന്റെ പിടിയിലാണുള്ളത്. ഏപ്രിൽ 23-നാണ് ഇദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിലകപ്പെട്ടത്. ഇതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ റേഞ്ചറെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തു. ശ്രീനഗറിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങളുണ്ടാകും എന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഹോട്ടലുകളും മറ്റു കേന്ദ്രങ്ങളും തീവ്രവാദികൾ ലക്ഷ്യമിടുമെന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി ശ്രീനഗറിൽ പോലീസിലെ ഉന്നതർ ക്യാമ്പ് ചെയ്ത് പരിശോധനകളും റെയ്ഡുകളും നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഖത്ര ശ്രീനഗർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് പ്രോഗ്രാം തടസ്സപ്പെടുത്തുകയായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യം. വിവിധ മേഖലകളിൽ അന്ന് പരിശോധനകൾ തുടർന്നിരുന്നു. 2 ആഴ്ചയോളം പരിശോധന നടത്തിയെങ്കിലും കാര്യമായ വഴിത്തിരിവുണ്ടായില്ല. തുടർന്ന് ഏപ്രിൽ 22-ന് ഓപ്പറേഷൻ അവസാനിപ്പിച്ചു. അതേ ദിവസം തന്നെ തീവ്രവാദികൾ 26 വിനോദസഞ്ചാരികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തി അവരെ വധിച്ചു. ഭീകരർക്ക് ഇപ്പോഴും പ്രദേശവാസികളിൽ നിന്നും സഹായം ലഭിക്കുന്നു എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇതിന്റെ തെളിവുകൾ ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യ പുറത്തുവിട്ടു. ഇക്കഴിഞ്ഞ ദിവസം നടന്ന തെരച്ചിലിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. തദ്ദേശവാസികൾ ഭീകരർക്ക് കൈമാറുന്നതാണ് ഈ ഭക്ഷണപ്പൊതികൾ എന്ന് വ്യക്തം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പഹൽഗാമിൽ ഒരു വ്യാപാരിയെ ചുറ്റിപ്പറ്റി ഇതിനിടയിൽ ചില സംശയങ്ങൾ ഉയർന്നു. 15 ദിവസങ്ങൾക്ക് മുൻപ് ഒരു കട വ്യാപാരി തുടങ്ങുന്നു. സംഭവ ദിവസം ഇയാൾ കട തുറന്നിരുന്നില്ല. ഇയാളെ NIA കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഉൾപ്പെടെ പല തദ്ദേശവാസികളെയും ഇപ്പോൾ NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനകം 100ഓളം പ്രദേശവാസികളെ NIA ചോദ്യം ചെയ്തു. ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തക്ക മറുപടി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ. 45 മിസൈൽ ലോഞ്ചറുകളടക്കം പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കരസേന വാങ്ങും. പാകിസ്ഥാന് നേരെ എപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തും എന്നതിനെ ചൊല്ലി ഇപ്പോഴും വാർത്തകൾ ശക്തമായി പുറത്തേക്ക് വരുന്നു. അതിനിടയിൽ ഒരു റിപ്പോർട്ട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലെ 12 ആയുധ നിർമ്മാണശാലകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പൊടുന്നനെ റദ്ദാക്കി. ഉദ്യോഗസ്ഥരുടെ 2 ദിവസത്തിലധികം വരുന്ന അവധികളാണ് റദ്ദാക്കിയത്. ദീർഘകാല അവധികൾ ഇനി അനുവദിക്കില്ല. 2 മാസത്തേക്ക് ഈ നിയന്ത്രണമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ഈ കടുത്ത നീക്കം. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ല,
ഉൽപാദന ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് ഇത്തരം തീരുമാനമെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. വ്യക്തമായ തെളിവുകളുമായി ഓരോ ദിവസവും കടുത്ത സമ്മർദ്ദമാണ് ഇന്ത്യ പാകിസ്ഥാന് മേൽ ചെലുത്തുന്നത്. ഝലം നദിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന മിക്ക നദികളിലും ഇപ്പോൾ ഇന്ത്യ പല തലങ്ങളിലുള്ള കടുത്ത പ്രതിരോധ നടപടികൾക്കായി കരുക്കൾ നീക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.